ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ട്രൈ കളർ പൂരിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാ വർഷവും ഞാൻ ഈ ഒരു ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ തയ്യാറാക്കാറുണ്ട്. ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ ഈ ഒരു പൂരി തയ്യാറാക്കുന്നത് മൈദാപ്പൊടിയിലാണ്. അപ്പോൾ ചെറിയ ബൗളിലേക്ക് മൈദാപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കളറിനായിട്ട് ഇതാ ഇവിടെ ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഓറഞ്ച് ലെമൺ കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട, വൈറ്റ് കളറല്ലേ നമുക്ക് വേണ്ടത്. ഇനി ഒരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഓരോന്നും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളറുണ്ട്, ഗ്രീനുണ്ട്, അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റണം. അപ്പോൾ ഇതാ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രമോ അടപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പാത്രം വെച്ചാണ് ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നത്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നത് രാവിലെ 5 മണിക്കാണ്. എൻ്റെ മോൻ്റെ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ട് രാവിലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമൊക്കെ സ്കൂളിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ മോന് കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത് ട്രൈ കളർ പൂരിയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും പൂരി ഉണ്ടാക്കുന്ന നല്ലൊരു വീഡിയോ എടുത്തേക്കാം, ചാനലിൽ അങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. രാവിലെ നല്ല തിരക്കായിരുന്നു, അതിനിടയിലാണ് ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളുണ്ടാക്കിയ പൂരിക്ക് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. ചിലതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ചിലതൊന്നും അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല. എന്നായാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഒരു പൂരി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.